ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ സമയോചിതമായി യു പ്രതിഭ ഇടപെടുമെന്നാണ് കരുതിയത്. പക്ഷെ തകിടമറിഞ്ഞു. പ്രതിഭ തന്റെ അരിശം മുഴുവൻ തീർത്തത് മാധ്യമപ്രവർത്തകർക്ക് നേരെയായിരുന്നു. റിപ്പോർട്ടറെ വിവരം കെട്ടവനെന്നും വീട്ടിലിരിക്കുന്ന അമ്മയെയും സഹോദരിയെയും അടക്കം പറഞ്ഞ് വൃത്തികെട്ട രീതിയിൽ പിന്നെ അധിക്ഷേപമാണ് ഒരു MLA. അതും ഒരു വർഗീയ ചുവയുള്ള അധിക്ഷേപം കൊണ്ട്. വെറും മൂന്നാംകിട രാഷ്ട്രീയക്കാരുടെ കലിയല്ലേ മാഡം നിങ്ങൾ കാട്ടിയത്? ഇതൊക്കെ കാണുമ്പോ ആർക്കാ വട്ടാവാതിരിക്കാം? കഴിഞ്ഞില്ല. പുതുവർഷത്തിൽ സ്വന്തമായി പൊൻതൂവൽ അണിഞ്ഞ് പൊതുനിരത്തിലെത്തിയത് PK ശശിയാണ്. മറ്റുള്ള ശശിമാരെ പോലെയല്ല ഈ ശശി. എന്ത് കാപട്യമില്ലാതെയാണ് അദ്ദേഹം തന്റെ പാർട്ടിക്കെതിരെ തന്നെ ഒരു ഒളിയമ്പ് വിട്ടത്. വാവിട്ട വാക്കും കൈവിട്ട കലും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ പുരുഷു. സംഗതി വിവാദമാകുമെന്ന് കണ്ടപ്പോൾ തന്റെ പ്രസ്താവന പാർട്ടി ശത്രുക്കൾക്കെതിരെയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വിശദീകരണം നൽകി ഒളിച്ചോടാൻ ശ്രമിച്ചു. തീർന്നില്ല, ദാ വീണ്ടും പറഞ്ഞു നമ്മുടെ പരാജയരാഘവൻ സഖാവും കൂടെ 1, 2, 3, 4 കാരണം. എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് പറയുന്ന ഈ സഖാവും എല്ലാ നിയമങ്ങളും പാലിച്ച് ജീവിക്കാൻ തങ്ങൾക്ക് പറ്റില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പോരാത്തതിന് ഇവരെ കവച്ചു വയ്ക്കുന്നതായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുന്നിൽ കാട്ടിക്കൂട്ടിയത്. പെരിയ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് അനുകൂലമായി നടത്തിയ പ്രകടനം ഒരു ബെല്ലേ ബിഷ് ഗണത്തിൽ തീർച്ചയായും പെടുത്തണം.